إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനും പരമകാരുണികനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളുമെല്ലാം ജീവിതത്തിൽ യഥാവിധി പകർത്തിയും പാലിച്ചും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹ്ഫിലെ 107ാമത്തെ വചനമാണ് നമ്മൾ അവസാനത്തിൽ കേട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാകട്ടെ, കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അത്യുന്നതമായ ഫിർദൗസായ സ്വർഗ്ഗങ്ങൾ അവർക്ക് ആദിത്യ സൽക്കാരം നൽകുന്നതാണ്. ഖാലിദീന ഫീഹാ ലാ യബ്ഊന അൻഹാ ഹിബല, അവർ അതിൽ നിന്ന് വിട്ടുമാറാൻ ആഗ്രഹിക്കാത്ത വിധം നിത്യവാസികളായ നിലയിലായിരിക്കും അതിലുണ്ടാകുക. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ആ സൽക്കർമ്മങ്ങളിൽ നിന്നാണ് നമ്മുടെ ഈമാനെ നമ്മൾ പരിപോഷിപ്പിക്കുന്നത്. ആ ഈമാനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സവിശേഷമായ ഒരു സൽസ്വഭാവത്തെ പറ്റി കഴിഞ്ഞ ഖുതുബയിൽ കേട്ടിട്ടുള്ളത്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾ അതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മൾ ഒരുപാട് ലജ്ജയുള്ള ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ട ഒരുപാട് തലങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാരുടെ കാലത്ത്, റസൂലുമാരുടെ കാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, ഖലീഫമാരുടെ കാലത്ത്, സഹാബാക്കളുടെ കാലത്ത്, സഹാബി വനിതകളുടെ കാലത്ത്, പ്രവാചക പുത്രിയുടെ കാലത്തൊക്കെ നടന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഞാൻ ഒന്നുകൂടെ ഒരു ചെറിയ ഭാഗം കൂടെ അതിലൂടെ വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഫിർഔന്റെ വല്ലാത്ത അതിക്രമത്തേക്ക് ഭയന്ന്
അവിടെ നിന്ന് യാദൃശികമായൊരു മൽപ്പിടുത്തമൊക്കെ നടന്ന് അവിടെ നിന്ന് നാട് വിടുന്നൊരു സന്ദർഭം ഖുർആൻ പറയുന്നുണ്ട്. അവിടെയാണ് മദീനയിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ് അവിടുത്തെ ആളുകൾ പിന്നെ ആടുമാടുകൾക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് വഴിയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നു, വെള്ളത്തിന്റെ അടുത്ത് തങ്ങി നിൽക്കുന്നു. അവരിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് 2 സ്ത്രീകൾ വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരാഴ്ചയിലധികം വഴിദൂരം യാത്ര ചെയ്ത് അവശനായിട്ടാണ് അത്ര ആ പ്രദേശത്തെത്തുന്നത്. ആ നാട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുപരിചിതമല്ല. നാട് കടന്നിങ്ങനെ നടന്നു വന്ന സമയത്ത് ഒരു മദീൻ പ്രദേശത്തെത്തുകയാണ് അദ്ദേഹം. ആ സമയത്താണ് ഈ ഒരു രംഗം അവിടെ കാണുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ദിവസത്തെ രാത്രിയും പകലുമായുള്ള യാത്രയുടെ ക്ഷീണവും ഒക്കെ ഉണ്ട്. ആ സമയത്താണ് ഇവരിങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ ആ പുരുഷന്മാരൊക്കെ വെള്ളമെടുത്ത ശേഷമാണ് ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കിട്ടാറുള്ളൂ, അങ്ങനെയാണ് ഞങ്ങൾ എടുക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങളില്ല, ഉള്ള ആളാണെങ്കിൽ ഞങ്ങളുടെ പിതാവ് അബൂന ശൈഖുൻ കബീർ, അദ്ദേഹം വളരെ വൃദ്ധനായ പ്രായാധിക്യം കൊണ്ട് വയ്യാതായ ഒരാളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഫസഖാലഹുമാ ثم تولى الى الظل فقال رب اني لما انزلت الي من خير فقير. ഈ ആയത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് വെള്ളം എടുത്തു കൊടുത്തു ആ പുരുഷന്മാർക്കിടയിൽ ചെന്നിട്ട്. എന്നിട്ട് അദ്ദേഹം ഒരു തണലിലേക്ക് മാറി നിന്നു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, എന്റെ നേരെ ഗുണമായിട്ടുള്ള വല്ലതും നീ ഇറക്കിത്തരുന്നതിന് നിശ്ചയമായും ഞാൻ ആവശ്യക്കാരനാണ്. ഒരു കാര്യം എന്റെ ഈ വെള്ളം എടുത്തു കൊടുത്തു, പടച്ചോനെ ഇനി എന്റെ കാര്യം അത് ഒരു ഹൈറായ മാർഗത്തിലാക്കിയിട്ട്, കാരണം എന്താ, നാട് വിട്ടിട്ട് വന്നതാണ്. ആ പ്രാർത്ഥനയാണ് അല്ലാഹു സുബ്ഹാനഹു. ഇവിടെ വലിയൊരു മെസ്സേജ് ഉണ്ട് പ്രിയപ്പെട്ടവർ. നമ്മളൊക്കെയും ഏതൊരു അമല്, ഒരു സത്യസന്ധമായ ഒരു സ്വാലിഹായ കർമ്മം നിർവഹിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനക്കൊരു പ്രത്യേക ഉത്തരം തന്നെ അല്ലാഹു തരുന്നതാണ്. അതുകൊണ്ടാണ് സൽക്കർമ്മങ്ങളിലെ രാജാവായ ഒന്നാമനായ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെയും വളരെ അശ്രദ്ധരാണ്. സലാം വീട്ടിക്കഴിഞ്ഞാൽ എഴുന്നേറ്റോടാനും ഫോണ് തുറക്കാനൊക്കെ ഉള്ള വ്യഗ്രതയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. എന്നാൽ സൽക്കർമ്മത്തിന് ശേഷം പ്രിയപ്പെട്ട സഹോദര, 2 മിനിറ്റ് മുമ്പ് ഇവിടുന്ന് എഴുന്നേറ്റ് പോയാൽ എനിക്കത് നേടാമെന്ന് വിചാരിക്കുന്നവൻ അതിൽ 1 മിനിറ്റ് ഇരുന്നിട്ട് ഇവിടെ പ്രാർത്ഥിച്ചാൽ നീ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എത്തിയാലും നിനക്ക് ചിലപ്പോൾ അത് കിട്ടും, ചിലപ്പല്ല കിട്ടും എന്ന് പറഞ്ഞാൽ സൽക്കർമ്മത്തിന് ശേഷമുള്ള പ്രാർത്ഥന. ആ നാട് വിട്ട് മദീന പ്രദേശത്തേക്ക് എത്തിയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കർമ്മം നിർവഹിച്ച് തണലിലേക്ക് മാറി നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പാവപ്പെട്ട സ്ത്രീകളുടെ ആടുകൾക്ക് വെള്ളം കോരിക്കൊടുത്ത് അദ്ദേഹം അവരെ സഹായിച്ചു. എന്നാൽ അദ്ദേഹം ക്ഷീണിതനാണ്, നിരാശ്രയനാണ്. അപ്പോഴാണ് ഫജാഅത് ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹിയ. ഞാനിത് ഒന്നുകൂടെ നിങ്ങൾ വിചാരിക്കുന്നത് മുമ്പ് കേട്ടതല്ലേ, ഈ സൂറത്തുൽ ഖസസിലെ ഈ ആയത്തിന്റെ ഭാഗങ്ങൾ വായിച്ച എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ആ സൂറത്ത് മുഴുവൻ വായിക്കേണ്ടി വന്നു ഇരുന്നിട്ട്. അങ്ങനെ പോയി എല്ലാവരും ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ സൂറത്തുൽ ഖസസ് നിങ്ങൾ എല്ലാവരും അർത്ഥസഹിതം വായിക്കണം. ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് അർത്ഥവത്തായ അള്ളാഹുവിന്റെ പ്രയോഗങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ അതിൽ നിന്ന് കാണാൻ സാധിക്കും. ആ സമയത്താണ് എന്ത് വരുന്നത്, ആ 2 പെൺകുട്ടികളിൽ ഒരാൾ വരുന്നത്. ഫജാഅത് ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹിയ ഖാലത് ഇന്ന അബി യദഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. അതിലൊരു പെണ്ണ് വളരെ ലജ്ജാപൂർവ്വം വന്നിട്ട് ആ മൂസാ നബിയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വെള്ളം എടുത്തു തന്നതിന് പ്രതിഫലം തരാൻ ബാപ്പ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർ പോവാനും ആ പോകുന്നതിനെ ഹദീസിൽ വിശദീകരിക്കുന്നത് വലിയൊരു സംഭവം പ്രിയപ്പെട്ടവരെ. സാധാരണ വഴിയറിയാത്ത വിദൂരത്ത് നിന്ന് വന്ന, നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് ഒരാൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ നാട്ടുകാരൻ അറിയുന്ന ആളാണ് എന്ത് ചെയ്യുക, മുന്നിൽ നടക്കുക, അല്ലെ? അറിയാത്ത ആൾ ഓരോ പിന്നാലെയാ നടക്കുക. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് അവരെ ഓവർടേക്ക് ചെയ്തു. കാരണം എന്താ, മുമ്പിൽ ഒരു പെണ്ണ് നടന്നു പോവാന്ന് പറയുന്നത് എന്തല്ല, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. ആ ലജ്ജ, ആ ഒരു ലജ്ജ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടില്ല. മൂസാ നബി മുന്നിൽ നടന്നു, മുമ്പിൽ നടന്നിട്ട് വഴിയറിയാൻ വേണ്ടി പിന്നിൽ നിന്ന് ചില എന്താ പറയാ പിന്നെ ചില എന്താ പറയാ അവർ സംസാരിച്ചിട്ടില്ല, കല്ലുകളൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാഹു. എന്തായാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിൽ നടന്നു എന്ന ഹദീസിൽ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പോയി. എന്നിട്ട് അവിടെ എത്തിയ ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പിതാവിനോട്, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് എന്നാണ് പറയുന്നത്, ആ
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔന്റെ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഫിറഔന്റെ ഒരു സ്വാധീനവും ഈ നാട്ടിലില്ല, നിങ്ങളിവിടെ എന്താണ് സൗഖ്യത്തിലാണ്, നിങ്ങൾ സേഫാണ് ഇവിടെ. എന്നിട്ട് ഒരു പ്രത്യേക കരാറിൽ 8 മാസത്തെ ജോലി ചെയ്യും, അതല്ലെങ്കിൽ 10 ആയാലും കുഴപ്പമില്ല എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു ജോലി നിശ്ചയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വരനായിട്ട് എടുക്കുന്ന ഒരു കുട്ടിക്ക്. സുബ്ഹാനല്ലാഹ്. അതിനേക്കാളും ആ ഒരു പെൺകുട്ടി അദ്ദേഹത്തെ പറയുന്നുണ്ട്, ഫഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅജിർ ഇന്ന ഖൈറ മൻ ഇസ്തഅജറത്തിൽ ഖവിയ്യുൽ അമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആനിൽ ആ സ്ത്രീ പറയാണ്, ആ പെണ്ണ് പറയാണ്, ആ 2 സ്ത്രീകളിൽ ഒരുവൾ, ആ വന്നവൾ പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇദ്ദേഹത്തെ നമുക്ക് കൂലിക്ക് വിളിക്കാം, നിശ്ചയം അദ്ദേഹം ഇന്നഹു ലഖവിയ്യുൻ അമീൻ, ശക്തിമാനും വിശ്വസ്തനുമാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊരു മെസ്സേജാണ്. കൂലിക്കാരനായിട്ടൊരാളെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന 2 ഗുണങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ മനുഷ്യൻ എന്തായിരിക്കണം? ഖവിയായിരിക്കണം, അമീനായിരിക്കണം, കഴിവുള്ളവനായിരിക്കണം. എന്ത് ജോലിക്കാണോ കൊണ്ടുവരുന്നത് അതിന് കഴിവുള്ളവനായിരിക്കണം, അതോടൊപ്പം വിശ്വസ്തനുമായിരിക്കണം. ഏത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ശമ്പളക്കാർക്കും വാസ്തവത്തിൽ ഇവരെല്ലാം കൂലി തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ 2 ഗുണങ്ങളും അനിവാര്യമാണ്. ഇവിടെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ആ സ്ത്രീ ചൂണ്ടിക്കാട്ടിയ ആ വാക്ക് ഖുർആൻ പറഞ്ഞു തരുകയാണ് നമുക്ക്, അല്ലാഹു ഖുർആനിലൂടെ അറിയിച്ചു തരികയാണ്. എന്നിട്ടോ കൂലിക്ക് വിളിക്കുന്നവരിൽ വെച്ച് നല്ലവൻ മിടുക്കനും വിശ്വസ്തനുമാണ് എന്നതിന് ഒരു സംശയവുമില്ല. നേരെ മറിച്ചോ പ്രാപ്തിയുള്ളവനാണോ അല്ലെങ്കിൽ കഴിവുള്ളവനാണോ ഇതൊക്കെയും നമ്മൾ പരിശോധിക്കണം. അതോടൊപ്പം ബിരുദമോ സാക്ഷ്യപത്രമോ എന്ത് തന്നെ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അയാൾക്ക് കഴിവുണ്ടാവണം, അയാൾ വിശ്വസ്തനായിരിക്കും. ഇല്ല എങ്കിൽ എന്താണ്? അതിനേക്കാളും ദൂഷ്യമായ അപകടമാണ് ഉണ്ടാവുക. ജോലിക്കാരൻ കഴിവുള്ളവനായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂട്ടുന്ന ആൾ കഴിവുള്ളവനായിരിക്കുക, വിശ്വസ്തനായിരിക്കുക എന്നത് ഏതൊരു സ്ഥാപനത്തിന്റെയും അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ഒരു കെയർ ഓഫിൽ ഇങ്ങനെ കൂട്ടുക, അത് പറ്റൂല പ്രിയപ്പെട്ട, അതൊക്കെ പിന്നീട് ഫിത്നയായിട്ട് മാറുക. അയാൾ ശരിയില്ല, അയാൾ പോരാന്നൊക്കെ പറഞ്ഞിട്ടത് വിഭജിക്കുന്ന, അവിടെ പാർട്ട്ണർഷിപ്പ് പൊളിയുന്ന, അല്ലെങ്കിൽ ജോലിക്കാരൻ നമ്മളെ ചതിക്കുന്ന, അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥയും വരും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പറയുന്നില്ല, ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ ആർക്കാണ് കഴിയാന്ന് ചോദിച്ച സമയത്താണ് ഒരു ജിന്നെണീറ്റിട്ട് പറയുന്നുണ്ട്, വഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ, ലഖവിയ്യുൻ അമീൻ. എന്താ പറഞ്ഞത്? ഞാൻ അതിന് കഴിവുള്ളവനും വിശ്വസ്തനുമാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന്റെ മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാനാണ് ആ ജിന്ന് പറഞ്ഞത് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുന്നത്. അതായത് കഴിവുള്ളവനും വിശ്വസ്തനുമാകുക എന്നത് പ്രിയപ്പെട്ടവരെ വളരെ വളരെ പ്രധാനമാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിപൂർണമായ ഒരു അവധാനത, ലജ്ജ, സൂക്ഷ്മത, ഇതൊക്കെയും ഈ ആയത്തിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നു. അതോടൊപ്പം നമ്മൾ ആ കറുത്ത പെണ്ണിന്റെ ചരിത്രം, ഫാത്തിമ റളിയല്ലാഹു അൻഹ സൂക്ഷിച്ച വസ്ത്രത്തിന്റെ ധരിക്കുന്ന സമയത്ത് സൂക്ഷിച്ച ആ ഒരു ശ്രദ്ധ, അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് മുഖമ്മറ ചെയ്യുന്നേറ്റ് നിന്നൊരു വാക്കും സംസാരവും ആ ഒറ്റക്കവരുണ്ടായിട്ട് പോലും ആ സമയത്തെ ഉപയോഗപ്പെടുത്താൻ ഈ സഹാബിയോ ആയിഷ ബീവിയോ പിന്നെന്ത് സൂക്ഷിച്ചു എന്ന കാര്യം, ഇതൊക്കെയും പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണെന്നറിയോ? ഒരു സ്ത്രീ എന്ന നിലക്ക് പ്രത്യേകിച്ചും ലജ്ജ എന്നത് അവളുടെ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നിടത്ത്, പ്രത്യേകിച്ച് സംസാരത്തിനിടയിൽ തന്നെ, ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങളുടെ സംസാരത്തിൽ എന്തുണ്ടാകരുത്? ഒരു ആകർഷണീയത കൊടുത്തുകൊണ്ട് സംസാരിക്കരുത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞത് അവിടെയാണ്. ഇനിയോ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ ഈ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടതായ കുറേ വിഷയങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന സ്വലാത വആതീന സകാത വഅതിഅന അല്ലാഹ വറസൂല. പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, എന്താണ് അവിടെ പറയുന്നറിയോ? ശരീരത്തിൽ മറക്കേണ്ടുന്ന ഭാഗം മുഴുവൻ മറക്കാതിരിക്കുക. ശരീരഭാഗങ്ങൾ അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ആയത്ത് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വനിതകളോട്, ഈ പ്രവാചകന്റെ പത്നിമാരോട് പറയുകയാണ്, ആദ്യത്തെ ജാഹിലിയ്യത്തിന്റെ അജ്ഞാനകാലത്തെ സൗന്ദര്യ പ്രദർശനം പോലെ നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുകയും അരുത്. എന്നിട്ട് നമസ്കാരം നിലനിർത്തണം, സകാത്ത് നൽകണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിനെയും അനുസരിക്കണം എന്നൊക്കെ ആ ആയത്തിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ നമ്മളുടെ ശാരീരികമായ നിമ്നോന്നതി അന്യർക്ക് കാണുന്ന വിധത്തിലുള്ള ഒരു വസ്ത്രധാരണം പോലും ഒരു ഈമാനുള്ള ഒരു സ്ത്രീക്ക് പാടില്ല, ഒരു ഈമാനുള്ള ഒരു പുരുഷനും പാടില്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും സ്വകാര്യമായ ഭാഗങ്ങൾ കാണുന്ന, ഇരിക്കുമ്പോൾ കുനിയുമ്പോൾ ഒക്കെ കാണുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ ഇല്ലാതിരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്നതാണ്. ആ നിലക്കുള്ള ഇനിയോ അവരെ ആകർഷിക്കുന്ന ഏതൊരു നല്ലൊരാളെയും മോശമായി ചിന്തിപ്പിക്കുന്ന തരത്തിലൊരു സംസാരം പോലും പാടില്ല എന്ന് പറയില്ലേ. ആ എതിരാളിയായി നോക്കി നിൽക്കുന്ന കാണുന്ന ആൾക്ക് എന്തുണ്ടാകും? അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വശ്യമായ നിലയിലുള്ള സൗന്ദര്യ സാമഗ്രികൾ ഉപയോഗിക്കുക മുതലായതെല്ലാം സൗന്ദര്യ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ചു പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ജാഹിലിയ്യത്തിലെ എന്ന് പറയില്ലേ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജുന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ, ആ ജാഹിലിയ്യത്തിലെ ആ ഒരു ആകർഷിപ്പിക്കുന്ന പരിപാടികളൊന്നും നിങ്ങൾ എടുക്കരുത്. ജാഹിലിയ്യത്തിലെ സ്ത്രീകളെ പോലെയുള്ള വേഷവിധാനങ്ങളും സൗന്ദര്യ പ്രകടനങ്ങളും പാടില്ല എന്ന് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിച്ചു. അദ്ദേഹം ഒരു ഹദീസിൽ പറയുകയാണ്, നിശ്ചയമായും സ്ത്രീ ഗോപ്യമായി എന്താക്കേണ്ടതാണ്? വെക്കപ്പെടേണ്ടവളാണ്. മറയിൽ ഒന്നായിട്ട് ഇങ്ങനെ പരസ്യപ്പെടുത്തി നിൽക്കേണ്ടവളല്ല. അവൾ അവളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിശാച് അവളെ ഒളിക്ക് വരുത്താൻ ശ്രമിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇനി ആലോചിക്കുക, എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വീട്ടിൽ തന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കണമെന്നല്ല. അതിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തോടുകൂടി അവൾ കൂടുതൽ അടുക്കാൻ, അള്ളാഹിന്റെ കാരുണ്യം അവൾക്ക് കൂടുതൽ ലഭിക്കാൻ അവൾ ഒതുങ്ങുന്നതാണ് നല്ലത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ വീട്ടിൽ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ഒരിക്കലും പുറത്തിറങ്ങരുതെന്നല്ല. നമസ്കാരത്തിനും അതുപോലെ അത്യാവശ്യ കാര്യങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ ഇതിലൊക്കെ പറ്റും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യുദ്ധത്തിൽ, അതേപോലെ ജുമായിൽ, പള്ളിയിൽ, എത്തികാഫിൽ ഒക്കെയും സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നിരവധി നബിവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുക, അടുത്ത ബന്ധുക്കളോടുകൂടി അല്ലാതെ പുറത്തിറങ്ങുക, ഇത് പ്രിയപ്പെട്ടവരെ അപകടം. അത്യാവശ്യത്തിനല്ലാതെ താൻ പോയിട്ടില്ലെങ്കിലും നടക്കുമെന്ന സാധനം, താൻ പോയിട്ടില്ലെങ്കിലും നടക്കുമെന്നൊരു സംഗതിയാണെങ്കിൽ താൻ പോകാതിരിക്കുക എന്നുള്ളതാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തനിക്ക് മഹറമായ ഒരാളുടെ കൂടെ അല്ലാതെ യാത്ര ചെയ്യുക, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. എത്രത്തോളം ഭർത്താക്കന്മാരോട് പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ പത്നിയെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുത്തിയിട്ട് അങ്ങാടിയിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് നിങ്ങൾ എവിടേക്കും പോകരുതെന്ന. അത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ അന്യപുരുഷന്മാരുമായിട്ട് സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന, സംസാരത്തിലും സമ്പർക്കത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ലജ്ജയില്ലായ്മ ഉണ്ടാവുക, അതോടൊപ്പം അത് തന്റെ സ്വന്തക്കാരില്ലാത്തൊരവസ്ഥയിൽ ഉണ്ടാകുക, ഇതൊക്കെയും അപകടകരമാണ് എന്നാണ് ഞാനിത് പറഞ്ഞത്. ഈ ലജ്ജയില്ലാത്ത അവസ്ഥയിൽ ഇന്ന് ദുനിയാവിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, കുടുംബത്തിലൊക്കെ നടക്കുന്നത് കണ്ടില്ല നിങ്ങൾ? എന്തെങ്കിലും ഒരു വലിയ ദുരന്തം വരുമ്പോഴാണ് ഇത് അന്ന് തുടങ്ങിയതായിരുന്നു എന്ന് അവരുടെ ഹിസ്റ്ററി പറയുമ്പോഴാണ് അന്നായിരുന്നുല്ലേ എന്ന് നമ്മളൊക്കെ ചിന്തിക്കുക. വലിയ അപകടം നടന്ന്, വലിയ ദുരന്തം നടന്ന്, കേൾക്കാൻ അറപ്പുള്ള സംഗതികളൊക്കെ നടന്ന് നമ്മളവരെ ചോദ്യം ചെയ്യുകയോ കൗൺസിൽ ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഇതന്ന് നമ്മൾ ടൂറ് പോയില്ലേ, അന്നായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം വന്നത്, അല്ലെങ്കിൽ തോന്നിയത്, അല്ലെങ്കിൽ അങ്ങനെ ആയത്, ഇങ്ങനെ ആയതെന്ന് പറയുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാൻ പറഞ്ഞെടുത്ത് നമ്മുടെ കുടുംബക്കാരല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ലാഘവത്തോടെ കണ്ടതിന്റെ ദുരന്തമാണ് ഉണ്ടായത് എന്നിടത്തേക്ക് നമ്മൾ വരേണ്ടി വരും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ ആളുകളൊക്കെ ഈ തരണത്തിലായിപ്പോയത്? നമുക്കൊക്കെ ഉള്ള പേടിയും സങ്കടവും അതാണ്. എന്താ ഇങ്ങനെല്ലാം ആയിപ്പോയത് ജനങ്ങളിൽ? ഒന്നാമതായിട്ടുള്ള കാരണം അൽ ജഹ്ലു ഫിദ്ദീനാണ്. ദീനിനെ പറ്റിയുള്ള അറിവില്ലായ്മ. ദീൻ എന്താണ്, ആണെന്താണ്, പെണ്ണെന്താണ്, എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് ധരിക്കേണ്ടത്, എന്താണ് ധരിക്കേണ്ടത് എന്നതിലെ ജഹ്ലാൻ, ആ അറിവില്ലായ്മയാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാരണം വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന് സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ബാഹ്യ സഞ്ചാരം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒളിപ്പ് ഒറ്റക്കൊക്കെ പോക്ക്, ഒറ്റക്ക് സാധനം വാങ്ങിക്കൊണ്ടുവരും, നമ്മൾ ഭയങ്കര സംഭവമായിട്ടാ പറയാ. നമ്മൾ അതിന് പറ്റുന്നവരാണെങ്കിൽ നമ്മൾ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. മാത്രവുമല്ല ജോലി ചെയ്യേണ്ടെന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ജോലിയൊക്കെ ചെയ്യാം, പക്ഷെ അവള് സുരക്ഷിതയായിരിക്കണം. ഇനി ജോലി കഴിഞ്ഞാൽ അടുത്തതാണ് എന്ത്? ഒരു സ്റ്റാഫായിട്ട്, ഒരു ബിസിനസ് സ്റ്റാഫായിട്ട് പുറത്തേക്ക് ഇറങ്ങുക, മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങുക. അതോടൊപ്പം ഏതിന്റെയെങ്കിലും എന്താണ് ഈ മണി ചെയിൻ അല്ലെങ്കിൽ ഈ ചെയിൻ മാർക്കറ്റിംഗ് ഒക്കെ ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള സംഭവത്തിലൊക്കെ വലിയ പ്രൊമോട്ടർ ആവുക. അതോടൊപ്പം എന്നെക്കാൾ നിങ്ങൾക്കറിയാൻ പറ്റും. അതോടൊപ്പം അനുബന്ധമായി വരുന്ന ടൂറുകളൊക്കെ അല്ലേ? ഒറ്റക്ക് ചിലപ്പോൾ നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഒന്നിച്ച് ബിസിനസ് നടത്തുമ്പോൾ സേഫ് ആയിരിക്കും, പിന്നീട് ടൂറായി, അത് റിസോർട്ടായി, അത് പൂളായി, പിന്നെ ആരപ്പുറം നമ്മളുള്ളത്. കഴിഞ്ഞ കുത്തുബയിൽ നമ്മൾ പറഞ്ഞത് കുടുംബക്കാരോടൊപ്പം കളിക്കുന്നതിനുള്ള അപകടം.
ഇത് ബിസിനസ് സ്റ്റോറിലൊക്കെ നടക്കുന്നത് എന്താ? ആരാ ഇവരൊക്കെ? ആരുടെയൊക്കെയോ ഒപ്പരം പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ തരത്തിൽ നമ്മൾ പെട്ടുപോകുന്നത്. ഈ സ്ത്രീയുടെ ഈ ബാഹ്യ സഞ്ചാരവും ഒറ്റക്കുള്ള യാത്രയും സ്ത്രീകളുടെ ലജ്ജയെ തകർത്ത് കളയുന്ന പണ്ഡിതന്മാര് പറഞ്ഞു. ഒരു ഉളുപ്പുണ്ടാവില്ല. എത്രത്തോളം അറിയോ? സ്വന്തം ഭർത്താവിനോട് കാണിക്കേണ്ട സംസാരത്തിൽ വരുന്ന ഒരു അദബ് പോലും ആ സ്ത്രീയിൽ പിന്നെ കിട്ടൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അത് ധൈര്യമാണ്, നല്ലതാണെന്ന് വിചാരിക്കരുത്. ഇനി മൂന്നാമത്തെ കാരണം പരപുരുഷന്മാരുമായിട്ടുള്ള ഇടകലരലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഇതര ആളുകളുമായിട്ടുള്ള അനിയന്ത്രിതമായ സമ്പർക്കങ്ങൾ, ബന്ധങ്ങൾ, അത് നമുക്ക് ഈ ഇത്തരണത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കും. മറ്റൊന്ന്, റീൽസും സീരിയലും സിനിമയും മ്യൂസിക്കും ഒക്കെ ഒരു മനുഷ്യന്റെ ലജ്ജ നഷ്ടപ്പെടുത്തും, ലജ്ജ ഇല്ലാണ്ടാക്കും. കാരണം അതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ഓനും കണ്ടതല്ലേ, ഇവളും കണ്ടതല്ലേ. ബാപ്പയും ഉമ്മയും മക്കളും ഇരുന്നിട്ടാണ് തോന്നിയാസ് ഒന്നിച്ച് കാണുന്നത്. എന്നിട്ട് ചില സ്ഥലത്ത് നമ്മൾ പൗസ് ചെയ്യുന്നു, ഓഫാക്കുന്നു, ചില സ്ഥലത്ത് എണീറ്റ് പോകുന്നു. എന്തിനാ അങ്ങനെ ഒരു ഗതികേട് നമ്മൾ നിൽക്കേണ്ട ആവശ്യം? പ്രിയപ്പെട്ടവരെ, അത് മാത്രവുമല്ല, മക്കൾ ചിലത് കണ്ടിട്ട് മക്കൾ നമ്മൾ നോക്കിച്ചിരിക്കുമ്പോ നമ്മൾ നാണം കുണുങ്ങുക എന്നുള്ളതൊന്നും ഒരു ഭംഗിയല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ലജ്ജയെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വകാര്യതയെയാണ് അതൊക്കെയും തകർത്ത് കളയുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. മറ്റൊന്ന്, എല്ലാവരും ശ്രദ്ധിക്കുക, മറ്റു മതക്കാരെ അനുകരിക്കുക എന്നുള്ളത്. നമ്മൾക്കൊരു എന്താ പറയാ, ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ബഹുസ്വര രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഒരു ബഹുമത രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. വലിയൊരു ശതമാനം മുസ്ലിങ്ങളല്ലാത്തൊരു നാട്ടിൽ അള്ളാഹു നമുക്ക് എല്ലാ സൗകര്യവും തന്നിട്ട് സുരക്ഷിതമായിട്ട് നമ്മൾ വളരെയാണ്. പക്ഷെ അവിടെ എന്താണ്? അവർക്ക് പോലും ഒരു നിർബന്ധമില്ല. അവരുടെ ജീവിത രീതിയോ അവരുടെ വേഷവിധാനങ്ങളോ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധവും നമ്മളെ മേൽ ചെലുത്തിയിട്ടുമില്ല. എന്നിട്ട് പോലും ആളുകൾ എന്ത് ചെയ്യാണ്? മറ്റു മതക്കാരെ അനുകരിക്കുകയാണ്. വേഷത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിലല്ല, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ഈ സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദീനിയായി ഇബാദത്തുകൾ എന്ന് പറയുന്ന ഈ അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്തതായ ഒരുപാട് സംഗതികളിൽ പലതിലും എന്ത് ചെയ്യാണ്? ഈ അനുകരണം വരികയാണ്. ആ അനുകരണം, മറ്റു മതക്കാരെ അനുകരിക്കാനുള്ള ത്വര പ്രിയപ്പെട്ടവരെ നമ്മുടെ ലജ്ജയെ ഇല്ലാതാക്കുന്ന. പിന്നെ നമുക്കെല്ലാം കണക്കായി. ഓലൊക്കെ ഓക്കെ, ഓരോ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമല്ല. ഒരു തട്ടിട്ടില്ലെങ്കിൽ പോലും ഓർക്ക് എന്തില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർക്കിടയിൽ ലജ്ജ ഉണ്ടാവില്ല. അതൊക്കെയും എന്താക്കും? നമ്മുടെ ലജ്ജയെയും ഇല്ലാതാക്കും. ഇനി പിന്നെ വീട്ടിലുള്ള പുരുഷന്മാരുടെ ആത്മരോഷം നഷ്ടപ്പെട്ടാൽ, ചില പുരുഷന്മാരങ്ങനെ ഉണ്ട്, ഭാര്യയോടുള്ള സ്നേഹാണെന്നും ആദരവാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഭാര്യ പറയുന്നിടത്തൊക്കെ ഓക്കെ അടിക്കുന്ന ആൾക്കാർ. അയാൾ സൈലന്റ് ആയിരിക്കും, ഒരു സൈലന്റ് പാർട്ണർ ആയിരിക്കും ആ ലൈഫിൽ. ആ പൗരുഷമില്ലാതെ നിൽക്കുന്ന അവസ്ഥയെ ചില സ്ത്രീകൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് സ്ത്രീകളായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും വളരെ വിജിലന്റ്, ഭയങ്കര ധൈര്യശാലിയാണ്, ഓളാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ, അതാ സ്ത്രീയുടെ ലജ്ജയെ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് അതിലൂടെ രൂപപ്പെടുക. അതുകൊണ്ട് എന്താണ്? പറയേണ്ടടുത്ത് പറയാനും, സ്ട്രോങ് ആകേണ്ടടുത്ത് സ്ട്രോങ് ആകാനും, അരുതേ എന്ന് പറയുന്നിടത്ത് അരുതേ എന്ന് പറയാനൊക്കെ ഉള്ള ത്രാണി പുരുഷന്മാർക്ക് ആവശ്യമാണ്. ഇനിയോ ഭർത്താക്കന്മാർ, പിതാക്കന്മാർ, അതേപോലെ പിന്നെ സഹോദരന്മാർ, അതുപോലെ തന്നെ ചില മക്കൾ, മുതിർന്ന മക്കൾ, ഇവരൊക്കെയും ചിലപ്പോൾ എന്ത് ചെയ്യും? അവരുടെ ചില വികൃതികളിലൂടെ നമ്മുടെ സ്ത്രീകളുടെ ലജ്ജയെ ഇല്ലാതാക്കി കളിക്കും. ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മളൊരു ടൂർ പോവുകയാണ്, അപ്പൊ തമാശക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു വെള്ളത്തിലേക്ക് തള്ളിയിടും, അല്ലെങ്കിൽ എന്തിലെങ്കിലും പിന്നെ കൊണ്ടുപോയി എന്താ പറയാ, ഏതെങ്കിലും ഒരു അമ്യൂസ്മെന്റിന്റെ അകത്ത് പിന്നെ നല്ല സംഭവം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. ആ പേടിപ്പിക്കുമ്പോൾ അട്ടഹാസം, നിലവിളി, പലതും ഉണ്ടാവും അവിടെ കാണിച്ചു കൂട്ടുന്ന. അതൊക്കെയും പബ്ലിക്കിനിടയിൽ ആ സ്ത്രീയുടെ എന്താക്കും? ലജ്ജയില്ലാതാക്കുന്ന അവസ്ഥ. ആരാ രൂപപ്പെടുത്തുന്നത്? കൂടുള്ള ആളുകൾ. അവർക്കൊരു അല്പനേരം ചിരിക്കാൻ, അവൾക്ക് നാളെ അവരെ ഒന്ന് കളിയാക്കാൻ, ഗ്രൂപ്പിലൊന്നിടാൻ ഒക്കെ ആയിരിക്കും ഇത് ചെയ്തു കൂട്ടുക. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വനിതയുടെ, പ്രിയപ്പെട്ട ഉമ്മയുടെ, പെങ്ങളുടെ, ഭാര്യയുടെ, മകളുടെ ലജ്ജയായിരിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ സ്ത്രീയുടെ ഭംഗി, ഞാൻ നേരത്തെ നമ്മൾ കേട്ടിട്ടില്ലേ, സ്ത്രീയുടെ ഭംഗി എന്നത് അവളുടെ ലജ്ജയാണ്. ലജ്ജയുള്ള, അവധാനതയുള്ള സ്ത്രീകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, മുൻപ് കാലങ്ങളിൽ നമ്മുടെ ഉമ്മാമ്മമാരും നമ്മുടെ പിന്നെ മുതിർന്ന സ്ത്രീകളായ ആളുകളൊക്കെ അവരുടെ വീടുകളിൽ നിങ്ങൾക്കറിയാൻ പറ്റും, സിറ്റ് ഔട്ടിലിരിക്കുന്ന പുരുഷന്മാരോട് അവർ സംസാരിച്ചാൽ, ആരെങ്കിലും വിരുന്ന് വന്നാലൊക്കെ അവർ തട്ടമൊക്കെ വീട്ടിന്റെ അകത്ത് നിന്നൊക്കെ ഇടുന്നവരാണെങ്കിലും അവരെന്ത് ചെയ്യും? ഒരു കർട്ടന്റെ ഉള്ളിൽ ഇങ്ങനെ മറഞ്ഞു നിന്നിട്ട് സംസാരിക്കുന്നവരായിരിക്കും, അല്ലേ? നമ്മുടെ ഉമ്മാമ്മമാരുടെ അവസ്ഥകൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചൊക്കെ, എന്തൊരു അതവായിരുന്നു അവർ. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് നേരെ അങ്ങോട്ട് വരികയാണ് സിറ്റ് ഔട്ടിലേക്ക്, ഒരു ഉളുപ്പില്ലാതെ. നമ്മൾ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്യുവാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത്. പറ്റുന്നവർക്കാവാം, പ്രശ്നമില്ല. പക്ഷെ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾ അവിടെ സൂക്ഷിക്കണം. എന്തിനാ ഇങ്ങനെ വലിച്ചു മുറുക്കുന്നതൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ വായിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ.
നമ്മൾ സൂക്ഷിക്കുക. എന്തിനാ? ആരും തിന്മയിൽ പെടരുത്. ബെന്നോം വെടക്കാന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. വരുന്ന ആളെ വെടക്കാക്കുന്ന ഒരു പണി, ഒരവസ്ഥ, ഒരു സാഹചര്യം നമ്മളെ കൊണ്ട് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മതം പഠിക്കുന്നതിൽ നിന്ന് തടയാൻ പാടില്ല. മതം പഠിക്കുന്നതിൽ നിന്ന് ലജ്ജ നമ്മളെ തടയും. ഈ ലജ്ജാണ് അപകടകരമായ ലജ്ജ. പഠിക്കാൻ പോവുക, പള്ളിയിൽ പോവുക, വയലിന് പോവുക, ഇങ്ങനെയൊക്കെയുള്ള സംഗതി എന്താണ്? ലജ്ജയുടെ പേര് പറഞ്ഞിട്ട് ദീന് പഠിക്കാൻ പോവില്ല ചില ആളുകൾ. പള്ളിയിൽ വിടൂല, ഫിത്നയെന്ന് പറയും അല്ലേ? പള്ളിയിൽ പോകുന്നത് ഫിത്ന, ബാക്കി എല്ലാത്തിനും ഫിത്ന ഇല്ല. വേറെ എന്തിനും പോകാം. ഓരോ കൂടെ ജാറത്തിൽ പോകാം, ടൂറ് പോകാം, ഈ പറഞ്ഞ സിയാറത്ത് ടൂറ് പോകാം. അതിലൊന്നും എന്തില്ല, അപകടമില്ല. പള്ളിയിൽ മാത്രമേ ശൈത്താനുള്ളതാണ്. പള്ളിയിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ശൈത്താൻ ഇല്ലാത്ത. അത് ചിന്തിക്കണം നമ്മളെല്ലാവരും. പള്ളിയിൽ മാത്രമാണ് ഇല്ലാത്ത. ആ ഇല്ലാത്തടുത്താണ് ഫിത്ന എന്ന് നമ്മൾ പറയും. ഉള്ളയിടത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, ഫിത്ന കാണിക്കില്ല. എന്നിട്ടാണ് അതുകൊണ്ടല്ലേ ഉംറയിൽ പോലും ഉസ്താദുമാരുടെ കൂടെയൊക്കെ ആളുകൾ എന്ത് ചെയ്യും, മഹറം ഇല്ലാതെ യാത്ര. എന്തൊക്കെ ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ വിചാരിക്കും അത് മക്കത്തല്ലേ, നമുക്കത്തെന്താ മലക്കൾ മാത്രമാണോ? പ്രിയപ്പെട്ടവരെ, അതുപോലും എന്താണ്, അവിടെയൊക്കെയും ഇല്ലാത്തൊരു ലജ്ജയാണ് അനാവശ്യമായി മതം പഠിക്കുന്ന ഇടത്തേക്ക് കൊണ്ടുവരാറുള്ളത്. ഇതും നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അനുബന്ധമായി നമുക്കറിയാം, നമ്മുടെ ദുനിയാവിന്റെ പോക്ക് ശ്രദ്ധിച്ചില്ലേ? കുട്ടികളൊക്കെയും മതവിരക്തിയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ലജ്ജ നഷ്ടപ്പെടുകയാണ്. മാതാപിതാക്കളോട് സംസാരിക്കുന്നിടത്ത് കാണിക്കുന്ന അദബ് പോലും പ്രിയപ്പെട്ടവരെ മക്കൾക്കില്ല. മുതിർന്ന ആളുകൾ സംസാരിക്കുമ്പോൾ മിണ്ടരുത് എന്നുള്ളൊരു നിയമം പോലും നമ്മളെ മക്കൾക്ക് എടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ലജ്ജ നഷ്ടപ്പെട്ടു. ഫ്രണ്ട്ഷിപ്പാണെന്നും സുഹൃത്തുക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് മാതാപിതാക്കളോടും മുതിർന്നവരോടും കാണിക്കേണ്ട ലജ്ജ പോലും നമ്മളൊക്കെ കൂടിയിട്ട് ഇല്ലാണ്ടാക്കുകയാണ്. ഒരു പുതിയ സിലബസ് കൊണ്ടുവരികയാണ്. ഇന്നത്തെ നമുക്കറിയാലോ, ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെ, പിന്നെ ആൽഫ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരുന്ന പുതിയ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പുതിയ ആദർശം നമ്മൾ ഉണ്ടാക്കണ്ട. പുതിയ സൈക്കോളജിയും പുതിയ തിയറിയും പുതിയ പ്രബോധന രീതിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതിലേക്ക് നമ്മൾ പോയിട്ട് നമ്മളെ ദീൻ എന്തിന്റെ ആവശ്യമില്ല. ആ ജനറേഷന് വേണ്ടിയിട്ട് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഈ അദബുകൾ കാർണൂര് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു മുമ്പ്, ഇന്നെന്താ അവസ്ഥ? അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അത് മാത്രവുമല്ല, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട, ഈ മാതാപിതാക്കള് വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് ഒരു കുട്ടീനെ വലുതാക്കുന്നത്. എന്തൊക്കെ പ്രയാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഈ ശാരീരികമായ പ്രയാസങ്ങളല്ല, അവർ ജനിച്ചതിന് ശേഷം തന്നെ ഒരുപാട് പ്രയാസങ്ങളിൽ അവരെ വളർത്തി പോറ്റി വലുതായിട്ടും ഈ എന്താ പറയാ, ഏതെങ്കിലും അവന്റെ ഒരു ഇഷ്ടത്തിന് രക്ഷിതാവ് നിന്നിട്ടില്ലെങ്കിൽ എന്താ പറയാ, പണ്ടേ അങ്ങനെയാണ്, പണ്ടേ പാപ്പ അതിന് സമ്മതിക്കില്ല, പണ്ടേ ഉമ്മ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതുവരെ ചെയ്തു കൊടുത്ത, വർഷങ്ങളോളം ചെയ്തു കൊടുത്ത നന്മകളെ മക്കൾ എന്ത് ചെയ്യാണ്? ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കുകയാണ്. അത്തരണത്തിലാ പറയുന്നത്, അത്തരണത്തിലാ കുട്ടികളുടെ വാക്കുകൾ വരുന്നത്. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ അവർ മാറിയിരിക്കുന്ന ഒരു രൂപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇന്ന് വരെ തനിക്കായി ഒന്നും ചെയ്യാത്തതുപോലെ എന്ത് ചെയ്യും? ഈ രക്ഷിതാക്കളോട് ആ മക്കൾ സംസാരിക്കും. ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം മാതാപിതാക്കൾക്ക് കുട്ടിയുടെ ആ ആഗ്രഹം നിറവേറ്റാൻ കഴിയാത്തതിന്റെ കാരണം സാമ്പത്തികമായിരിക്കാം സാധാരണഗതിയിൽ വരുന്ന. എന്നാൽ പോലും അതിന്റെ മുമ്പത്തത് ആളുകൾ മറന്നുപോകുന്നൊരവസ്ഥ. ഇനിയോ ലിബറൽ ചിന്താഗതിയുടെ സ്വാധീനം, ഇതും മക്കളുടെ ലജ്ജയെ ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. എത്രത്തോളം അറിയോ? മാതാപിതാക്കൾ മക്കൾ എന്നുള്ളൊരു ബന്ധമുണ്ടല്ലോ, ഹോർമോൺ ഓഫ് ബോണ്ടിങ്. ആ ഒരു ബന്ധം പോലും സംസാരത്തിൽ പോലും അവർ വരുന്നില്ല. എത്രത്തോളം എത്തിച്ചു വെച്ചാൽ എല്ലാം ജീവിതത്തിൽ വരുന്ന ഓരോ സ്റ്റെപ്പുകളാണ്. വിവാഹം കഴിക്കും, എന്നിട്ട് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടും, ലൈംഗിക ബന്ധം അതിന്റെ ഒരു സൈഡാണ്. അനുബന്ധമായി മക്കൾ ഉണ്ടാകും. എന്നിട്ട് മക്കളെ അതൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് മാതാപിതാക്കളുടെ ലൈംഗിക ആസ്വാദനത്തിന്റെ ഒരു ഫലം മാത്രമാണ് താന് എന്ന് മക്കൾ പറയുന്നിടത്തേക്ക് വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് എന്തില്ല, എനിക്ക് ഇങ്ങനോട് അത്ര വലിയ ബാധ്യതയൊന്നുമില്ല, ഞാൻ ജനിക്കാനുള്ളൊരു പ്രേരകം, ഒരു സയൻസ് മാത്രമാണ് അത് എന്നിടത്തേക്ക് മക്കൾ മാറുകയാണ്. അത്തരണത്തിലേക്ക് വരെ പുറത്തുനിന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളുടെ മക്കളുടെ ഇൻസ്റ്റഗ്രാം, നമ്മളുടെ മക്കളുടെ ഫേസ്ബുക്ക്, ഇതൊക്കെയും അവർ ട്രേസ് ചെയ്ത് അവരുടെ സെർച്ച് എഞ്ചിനുകൾ പോയി നിൽക്കുന്നത് മതവിരോധികളുടെ ഗ്രൂപ്പുകളിലാണ്. ആയിരക്കണക്കിന് ആളുകൾ അംഗങ്ങളുള്ള, 3000, 1500, 2000 ഒക്കെ അംഗങ്ങളുള്ള ഈ മതവിരോധം പ്രചരിപ്പിക്കുന്ന, ലിബറലിസം പ്രചരിപ്പിക്കുന്ന അക്കൗണ്ടുകളിൽ, അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ, അവരുടെ ഗ്രൂപ്പുകളിൽ പ്രിയപ്പെട്ടവരെ മുവാഹിദുകളായ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നമ്മളുടെ മക്കളുണ്ട് എന്നത് അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുക.
മിക്കവാറും ആളുകൾ അതിലുണ്ട് എന്നുള്ളതാണ്. ആയിരക്കണക്കിന് ആളുകൾ നല്ല കുടുംബത്തിലുള്ള കുട്ടികളായി അംഗങ്ങൾ. എന്നിട്ട് അവരെങ്ങനെ ട്രേസ് ചെയ്ത് കാരണം അതിനെ പറ്റി സാധനങ്ങളാണ് അവർ വരിക. അവരുടെ റിസോഴ്സിൽ നിന്ന് അവർ അത്തരം സാധനങ്ങൾ അവർ ഇട്ടിട്ട് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കുട്ടിക്ക് ഇങ്ങനെ വരും. മാതാപിതാക്കള് അങ്ങനെ ജീവിച്ചപ്പോൾ ഞാനുണ്ടായി, അതല്ലാതെ വേറെന്ത് എന്ന നിലക്ക് അത് ചുരുങ്ങുമ്പോൾ എവിടുന്നാ നമുക്ക് ആദരവ് കിട്ടുക? എവിടുന്നാ മക്കൾ നന്ദിയുള്ളവരാവുക? കേവലം ഞാൻ ജനിക്കാനുണ്ടാക്കിയ ഒരു സംവിധാനം മാത്രമായിട്ട് ഒരു ബാപ്പയും ഈ ചുരുങ്ങുന്നിടത്തേക്ക് അവന്റെ ബ്രെയിൻ വളരുമ്പോൾ പ്രിയപ്പെട്ടവരെ അപകടത്ര വരുന്നതെന്ന് അള്ളാഹു നമ്മെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ വെക്കേഷനിലും മറ്റുമൊക്കെ തന്നെ അവരുടെ ഇത്തരമുള്ള കാര്യങ്ങൾ ഒരു നല്ല സംവിധാനമാണ് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. അതിൽ വമ്പിച്ച അപകടങ്ങളുണ്ട്. അവർ നിൽക്കുന്ന ഗ്രൂപ്പുകൾ ഒക്കെയും ആ പാവപ്പെട്ട സ്വാലിഹീങ്ങളായ നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട സന്താനത്തെ പല ഒരു മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് പണി നടക്കുന്നുണ്ട് എന്നത് ഇത്തരുണത്തിൽ നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓരോ മനുഷ്യനും തന്റെ മാതാപിതാക്കളുടെ എത്രയോ വർഷത്തെ അധ്വാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ. വേദനയുടെ മേൽ വേദന, പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവരുണ്ടാക്കുന്നത്. ഇനി ചില മക്കൾക്ക് ഇതാണ് തന്റെ ഉമ്മ അല്ലെങ്കിൽ ഇതാണ് തന്റെ ഉപ്പ എന്ന് മറ്റുള്ളവരോട് ചൂണ്ടിക്കാണിക്കാൻ തന്നെ നാണക്കേട് വരുന്നൊരവസ്ഥ അതുവരെ തുടങ്ങിയിട്ടുണ്ട്. പാരന്റ് മീറ്റിംഗിൽ അതേപോലെ രക്ഷിതാക്കളെ വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്റെ ഉപ്പാനെ കൊണ്ടുപോകാൻ പേടി. കാരണം എന്താ? തന്റെ ഉപ്പ നല്ല ഇസ്ലാമിക വേഷവും ചിലപ്പോൾ താടിയും ഒക്കെ ഉള്ള ആളായിരിക്കും. അല്ലെങ്കിലോ ശാരീരികമായിട്ട് എന്തെങ്കിലും കാണാൻ രസമില്ലാത്ത ഒരാളായിരിക്കും. ഉമ്മ അങ്ങനാണെങ്കിൽ അവരെന്ത് ചെയ്യില്ല, അങ്ങോട്ട് കട്ടിപ്പിക്കൂല, അവരാ സെറ്റിലേക്ക് കൂട്ടൂല, അവരവരുടെ ചങ്ങാതിമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കൂല. അത്തരുണത്തിലേക്കും നമ്മളുടെ മക്കളുടെ തലച്ചോറ് മാറിയിട്ടുണ്ട്. ഇനി അവർക്ക് തന്നെ പോലെ വിദ്യാഭ്യാസമില്ലാത്തതിനാൽ, സൗന്ദര്യമില്ലാത്തതിനാൽ, അവർ വൃദ്ധകളായതിനാൽ, വയസ്സന്മാരായി പോയതിനാൽ ഒക്കെ തന്നെ അവർ ഇങ്ങോട്ട് വരണ്ട എന്നിടത്തേക്ക് കല്യാണത്തിന് വരെ നിങ്ങൾ ആലോചിക്കും. കല്യാണത്തിന്റെ പുതുക്കത്തിനും അതല്ലെങ്കിൽ നിശ്ചയത്തിനും നിക്കാഹിനും സദസ്സലങ്കരിക്കുമ്പം ഫോട്ടോ ഫ്രെയിമിങ്ങിന്റെ എന്താ പറയാ അതിന്റെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപ്പാവ അങ്ങൾ മാറിന്നോളിയും പറ്റും, വാപ്പാവനെ മാറ്റുക, ഉപ്പാനെ മാറ്റുക എന്ന അവസ്ഥയിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആലോചിച്ചു അവിടത്തേക്കൊക്കെ എത്തുന്നതും ഈ ഈമാനികമായ കുറവും നമ്മളുടെ കരുതലിന്റെ പോരായ്മയും. കുട്ടികൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ലോകം എത്ര കണ്ട് അപകടമാണ് എന്ന് തിരിച്ചറിയുന്നതിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ കാലങ്ങൾ കാത്തിരുന്നവർക്ക് കിട്ടിയ കുട്ടിയായിരിക്കും. ഇപ്പം മാതാപിതാക്കൾ വയസ്സന്മാരാകുക എന്നുള്ളത് ചില കുട്ടിക്ക് വലിയ പ്രയാസമാണ്. എന്റെ ഉപ്പാക്ക് നരണ്ടല്ലോ. സത്യത്തിൽ ഈ കുട്ടി ചിലപ്പോൾ ചിന്തിച്ചാൽ ഈ മാതാപിതാക്കൾ വർഷങ്ങളോളം പ്രാർത്ഥിച്ച് കരഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയ കുട്ടിയായിരിക്കും. വർഷങ്ങളോളം കഴിഞ്ഞ് കിട്ടിയ കുട്ടി ഒരു +2-ലെത്തുമ്പോൾ ഈ മാതാപിതാക്കൾ സ്വാഭാവികമാണ് വൃദ്ധരായിരിക്കും. അതുപോലും ചിന്തിക്കാൻ ആ കുട്ടിക്ക് കഴിയാത്ത വിധം കുട്ടി കേടായിട്ടുണ്ടാവും. അതുകൊണ്ട് അവിടെയും നമ്മൾ ഈ ലജ്ജയുടെ ഭാഗമായി, ഈമാന്റെ ഭാഗമായി പ്രിയപ്പെട്ടവരെ അവിടെയും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വൃദ്ധകളായ മാതാപിതാക്കളെ ലഭിച്ചിട്ട് സ്വർഗം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സന്താനം നശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വൃദ്ധകളായവർ കിട്ടിയാൽ നിങ്ങൾക്ക് സ്വർഗം നേടാനുള്ള സ്വർഗത്തിന്റെ 2 താക്കോലുകൾ, 2 വാതിലുകളാണത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അത്തരുണത്തിൽ നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രധാനമായും മതബോധവും മതവിജ്ഞാനവും ഇല്ലാത്തതിന്റെ പേരിൽ അത് ആ കാര്യത്തിൽ നമ്മൾ ജാഹിലിയത്തിലായി പോയത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊക്കെയും മാറിപ്പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു വിഷയം, നമ്മുടെ മക്കളുടെ സ്കൂളുകൾ അല്ലെ പുതിയതിലേക്ക് അഡ്മിഷനും പുതിയതിലേക്ക് ചേരാനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന അതിന്റെ ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും. ആ മാറ്റി ചേർത്തുന്ന ഈ അവസരത്തിൽ നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട ചില കാര്യങ്ങളും കൂടി ഞാൻ ഇതിനോടൊപ്പം കാലികമെന്ന നിലക്ക് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ ഔറത്ത് മറയാത്ത ഈ യൂണിഫോമുകൾ, അതേപോലെ നമസ്കരിക്കാൻ കഴിയാത്ത, തീരെ സമ്മതിക്കാത്ത സ്ഥലമുണ്ട്, കഴിയാത്ത സ്ഥലമുണ്ട്, രണ്ടും രണ്ടാണ്. ഇനിയോ തലയും കൈത്തും കൈകാലുകളും ഒക്കെ താഴെയൊക്കെ മറക്കാൻ പാടില്ലാത്ത ക്യാമ്പസുകളുണ്ട്. അതുപോലെ തന്നെ ഡ്രസ് കോഡ് സ്ഥാപനത്തിന്റെ യശസ്സായി ചിലർ കാണുന്നുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെ എന്റെ മോള് അങ്ങാടി കൂടി പോകുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഡ്രസ്സ്, അങ്ങനത്തെ കോട്ട്, കാല് കണ്ടാലും സാരില്ല, കൈ കണ്ടാലും സാരില്ല. എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഈമാൻ നമ്മൾ നശിപ്പിക്കുന്നത്? അതിന്റെ ഉള്ളിൽ അതിനുള്ള
മറ്റുള്ള പല സംവിധാനത്തെയെങ്കിലും അനുവദിച്ച് ചോദിച്ചു വാങ്ങാനെങ്കിലും പ്രിയ ഈമാനുള്ളവരെ നമുക്ക് ശ്രമിക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ആ ഒരു പണിക്ക് നിൽക്കാതെ ഏറ്റവും അദബുള്ള സ്ഥാപനങ്ങൾ ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, അവിടത്തേക്ക് മാറ്റാനാ. കാരണം എന്താ, ഭൗതികമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ദീനിനെ വിറ്റിട്ട് നമ്മൾ ദുനിയാവ് വാങ്ങിയ ഒരു അനുഗ്രഹവും അള്ളാഹു ദുനിയാവിലും തരില്ല, ആഖിറത്തിലും തരില്ല. ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുക. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ എത്ര ഉന്നത നിലവാരമുള്ളതാണെങ്കിലും അതൊന്നും പരലോകത്തേക്ക് ഉപകാരപ്പെടില്ല എന്ന കാര്യം നമ്മളൊന്ന് ഓർത്തു നോക്കേണ്ടതുണ്ട്. മുസ്ലിം മനസ്സുകൾ മതപരമായി കൂടുതൽ അടുത്തപ്പം വേഷവിധാനങ്ങളിൽ ചില കണിശത കാണിക്കുന്നത് തീവ്രതയായിട്ട് ചില ആളുകൾക്ക് തോന്നിയേക്കും. ഭയങ്കര തീവ്രതയാണെന്ന് അങ്ങനെ നിങ്ങൾ തോന്നണ്ട. അതൊക്കെ നമുക്ക് തോന്നുന്നതാണ്, പൈശാചികമായിട്ട് നമുക്ക് തോന്നുന്നതാണ്. നിസ്കാര സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥാപനങ്ങൾ, ജുമാ ജമാഅത്തിന് പോലും പള്ളികളിലേക്ക് വിടാൻ വിസമ്മതിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. എന്നിട്ട് നമ്മളെ വിളിക്കുക ഈ രക്ഷിതാക്കള്, ഉസ്താദേ അവിടെ ദുഹറില്ല, അവിടെ അസറില്ല, അവൾ അസറും കഴിഞ്ഞ് സ്കൂളിലെത്തുമ്പോ മഗ്രിബാവും, എന്താ അവള് ചെയ്യാന്ന്. എന്നിട്ട് നമ്മൾ ഫത്വ കൊടുക്കണം. അവൾ ആരോടും പറയാണ്ട് സ്വകാര്യമായിട്ട് രാത്രി കുളിച്ചിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞെടുത്താൽ ഒരു സന്തോഷം. ഉസ്താദേ ഞങ്ങളെ മോള് പഠിക്കുന്നിടത്ത് മുട്ടിന്റെ അടുത്ത് വരെയാണ് പിന്നെ ഈ ഡ്രസ്സുള്ളൂ, പിന്നെ പ്രശ്നമുണ്ടോ, ഇടക്കൊക്കെ ഉള്ള സോക്സ് ഇടുന്നു, നമ്മൾ കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞയച്ചോളൂ നമ്മൾ പറയണം. നമ്മളത് പറഞ്ഞാൽ മുപ്പത്തിക്ക് റാഹത്തായി. എന്തിനാ പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മളെ മക്കളെ തോല് പൊളിച്ചിട്ട് ഉള്ള വിദ്യാഭ്യാസം എന്തിനാണ്? നമ്മളെല്ലാവരും സൂക്ഷിക്കുക. ഇതെന്താ ഇങ്ങനെയൊക്കെ ഇയാൾ പറയുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. അപകടം മണക്കുകയാണ്. ആണും പെണ്ണും ഇടകലർന്നിരിക്കുന്ന സംവിധാനവും സിലബസുകളിലുള്ള മാറ്റവും ഇസ്ലാമികേതര, നിങ്ങളറിയോ ഒരു അമുസ്ലിമായ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞറിയോ, മുൻകാലങ്ങളിൽ ഈ സ്കൂൾ വിദ്യാഭ്യാസ പാഠങ്ങളിൽ നല്ല ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ചരിത്രബോധം ഇന്നത്തെ പാഠങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ഉമർ ഖത്താബിന്റെ ചരിത്ര, ഉമറിനെ പോലെ ആളുകളുള്ള ചരിത്രങ്ങള് ആളുകൾക്ക് എന്താ ഒരു ചരിത്രബോധവും ചാരിത്രബോധവും നൽകിയിരുന്ന ഒരു പാഠഭാഗവും ഇന്നത്തെ പഠന സിലബസിൽ ഇല്ലാതായി പോയിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുമ്പോൾ ആരാ വിലയിരുത്തുന്നത്? ഇങ്ങനെയുള്ള ആളുകൾ വിലയിരുത്തപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ അപകടത്തെ നമ്മൾ മണക്കണം, അപകടത്തെ നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം ഇടകലർന്നുള്ള ജീവിതം, ക്യാമ്പസ് ലൈഫ് എന്താണ്? ഒന്നിച്ചുള്ള തുള്ളലായിപ്പോൾ ടീച്ചറും ആണും പെണ്ണും അധ്യാപകനും ഒക്കെ ഒന്നിച്ചു തുള്ളുകയാണ്. ആ ഒന്നിച്ചു തുള്ളുന്ന അവസ്ഥയിലേക്ക് ക്യാമ്പസിന്റെ രീതിശാസ്ത്രം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കരുതേണ്ടത് നമ്മുടെ ധർമ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അല്ലാഹു അതിനെല്ലാം നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمدلله الذي علم بالقلم علم الإنسان ما لم يعلم أيها الناس اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ നിന്നെല്ലാം പരിശുദ്ധ ഹജ്ജിന് വേണ്ടിയിട്ട് ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഭൗതികമായ ചില കാരണത്താൽ പ്രൈവറ്റ് വൽക്കരിക്കപ്പെട്ട ഹജ്ജ് യാത്രകളൊക്കെ തടസ്സപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ നിരാശരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് മക്കത്തെത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കി പുറപ്പെട്ട ആളുകൾക്കും പുറപ്പെടാനിരിക്കുന്ന ആളുകൾക്കൊക്കെ ആരോഗ്യത്തോടുകൂടി അപകടങ്ങളൊന്നും ഇല്ലാതെ ഹജ്ജ് ചെയ്ത് മഖ്ബൂലായ ഹജ്ജ് ചെയ്ത് സംശുദ്ധരായി തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. കഴിഞ്ഞ വർഷം ഓർമ്മ ഉണ്ടാവില്ലേ, ഒരു പിന്നെ തിരുത്തിയാടുള്ള ഒരാള് അദ്ദേഹത്തെ കാണാതായി. ഒരു മാസം കഴിഞ്ഞപ്പം അദ്ദേഹത്തെ കണ്ടെത്തി. ഇങ്ങനെ ഒരു മയ്യത്തായിട്ടാ മോന് കിട്ടുന്നത്. ആ മയ്യത്ത് മറവ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടെ പോയ ഉമ്മാക്ക് അതിന്റെ വീഡിയോ ഒക്കെ കാണിച്ച് മറവ് ചെയ്ത് തിരിച്ചു പോകവേ ആ മകൻ ഒരു ആക്സിഡന്റിൽ മരിച്ചതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലാഹു അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നൊക്കെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കേട്ടതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഒരാൾ നിഷിദ്ധമായ പ്രവർത്തനമോ അനാവശ്യമായ പെരുമാറ്റമോ സംസാരമോ ഇല്ലാതെ ഹജ്ജ് നിർവഹിച്ചാൽ അവന് മാതാവ് പ്രസവിച്ച കുഞ്ഞിനെ പോലെ എത്ര പരിശുദ്ധിയാണോ അത്ര പരിശുദ്ധിയിൽ പാപരഹിതനായി അയാൾക്ക് തിരിച്ചു വരാൻ മടങ്ങി വരാൻ സാധിക്കുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് എന്താണ് നിഷിദ്ധമായ ഹജ്ജ് യാത്രക്കിടയിൽ ഏതെങ്കിലും ജാറത്തിൽ പോയിട്ട് ഇന്നെ സംരക്ഷിക്കണേന്നും പറഞ്ഞിട്ട് ഒരു ശിർക്ക് വെച്ച് തുടങ്ങുക, അതോടൊപ്പം മോശമായ പല പ്രവർത്തനങ്ങൾ ഉണ്ടാകുക, അതുപോലെ തന്നെ അനാവശ്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റാണ്ടിരിക്കുക, സംസാരത്തിലുള്ള സൂക്ഷ്മത ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ ഹജ്ജ് ചെയ്തതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യവുമില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറിച്ച് ആ ഭാഗം സൂക്ഷിച്ചാൽ സംശുദ്ധയായ ഒരു പിറന്നു വീണ കുഞ്ഞിന്റെ അത്ര പരിശുദ്ധി, പാപമുക്തമായ ഒരു കൽബായിട്ട് അവൻ അള്ളാന്റെ മുന്നിൽ എത്തുന്ന സ്ഥിതി അദ്ദേഹത്തിന് അള്ളാഹു നൽകുമെന്നാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഉദ്ധരിക്കുന്നു, ഒരു ഉംറ മറ്റൊരു ഉംറ വരെയുള്ള തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അതുപോലെ തന്നെ എന്നാൽ സ്വീകാര്യയോഗമായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നില്ല. ഉംറ ചെയ്താൽ അടുത്ത ഉംറ വരെയുള്ള പാപാണ് മാഞ്ഞു പോവുക.
ഹജ്ജ് ചെയ്താലോ മുഴുവൻ പാപവും മാഞ്ഞു പോകുമെന്നാണ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചതായി അബൂ ഹുറൈറ ഉദ്ധരിക്കുകയാണ്, നബിയെ ഏറ്റവും ഉത്തമമായ കർമ്മം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസമാണ്. പിന്നെ എന്താണ് നബിയെ? അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. പിന്നെ എന്താണ് നബിയെ? സ്വീകാര്യയോഗമായ ഹജ്ജാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മസ്ജിദുൽ ഹറം ഒഴികെ 1,00,000 വക്തിന്റെ പ്രതിഫലമാണ് അവിടെ ഉള്ളത്. എന്റെ മദീന പള്ളിയിലെ ഒരു നമസ്കാരത്തിന് 1000 വക്ത് നമസ്കാരത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. മസ്ജിദുൽ ഹറമിൽ നമസ്കാരത്തിന് 1,00,000 പ്രതിഫലം. അതേപോലെ തന്നെ മസ്ജിദുൽ നബവിയിൽ 1000 പ്രതിഫലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി അബൂ ഹുറൈറ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുപോലെ നരകമോചനം ഹജ്ജ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നരകമോചനം, നരകത്തിന് രക്ഷപ്പെടാണ്. നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ പ്രിയപ്പെട്ടവർ, നമ്മളുടെ അനുജന്മാർ, സഹോദരന്മാർ, പല ആളുകളും ഹജ്ജിൽ പുറപ്പെട്ടിട്ടുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്, ഹജ്ജിന് പോകാനിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ ഗുണഗണങ്ങളെല്ലാം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും ഈ ഗുണഗണങ്ങളും നന്മകളും ഈ ഖൈറാത്തുകളും നേടിയെടുക്കാൻ, പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള അഭിലാഷം, അതിനുള്ള മനസ്സാഗ്രഹം അള്ളാഹു നമുക്ക് ഇട്ടുതരുമാറാവട്ടെ. അതിനുവേണ്ടി രൂപപ്പെടുത്തേണ്ട എല്ലാ സംവിധാനങ്ങളും രൂപപ്പെടുത്താനുള്ള തൗഫീഖും സാഹചര്യവും അറിവും കഴിവും ജോലിയും സമ്പത്തും എല്ലാം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وجميع سخطك اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال توفنا مسلما وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد.